നമ്മൾ പറയും കുട്ടികൾ ഫുൾ ടൈം മൊബൈലിലാണ്, എന്താണ് ചെയ്യുക, എന്താണ് അതിനൊരു പരിഹാരം എന്നൊക്കെ. ഇതുപോലെ കുട്ടികളെ പാടത്തും പറമ്പിലും മഴയത്തും ഒക്കെ ഒന്ന് പുറത്ത് കളിക്കാനൊന്ന് അനുവദിച്ച് നോക്കി. പിന്നെ കുട്ടികൾ അതിൽ നിന്ന് കയറ്റാനും വേണ്ടി നമ്മൾ മൊബൈൽ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിലേക്ക് വരും. ഇതിന് കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമ്മളൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ കൂട്ടുകാരെല്ലാവരും പഠിച്ചിരുന്നത് ഒരേ സ്കൂളിലാണ്. ഇന്ന് സ്കൂളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഓരോരുത്തരും ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ചുള്ള സ്കൂളിലാണ് കുട്ടികളെ ചേർക്കുന്നത്. ഇത് കുട്ടികൾ തമ്മിലുള്ള ബന്ധത്തെ നല്ലോണം ബാധിക്കുന്നുണ്ട്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് അവർ നേരെ പോകുന്നത് കുളിക്കാനാണ്, കുളത്തിലേക്ക്. അവരുടെ ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കുളം വരുന്നത്. കളിക്കാനും കുളിക്കാനും ഒക്കെ ഒരേ ഡ്രസ്സ്, അതേ ഡ്രസ്സിൽ തന്നെ കുളത്തിൽ പോയി ചാടി അതേ ഡ്രസ്സിൽ തന്നെ അവർ വീട്ടിലേക്ക് പോവാണ്. നമ്മളൊക്കെ മുമ്പ് ഇങ്ങനെ പോകുമ്പോൾ ഉമ്മ ഒരു കയ്യിൽ തോർത്തും മറ്റേ കയ്യിൽ ഒരു ചീരൻ്റെ തണ്ടായിട്ട് കാത്തുക്കുണ്ടാവും. അതെന്തിനാണെന്നറിയോ? നേരം വൈകിയാൽ മഗ്‌രിബിന് മുമ്പായിട്ട് തന്നെ വീട്ടിലെത്തണം. ശേഷം എത്തിയാൽ പ്രശ്നമാണ്. അതിനാണ് ആ ചീരത്തണ്ട്. എന്ത് രസമാണ് അല്ലേ? വെളിച്ചത്തിൻ കൂട്ടിൽ നിന്നും ഇറങ്ങാം, മഴയത്തും പാടത്തും ഓടി നടക്കാം, കൂട്ടുകാർ തൻ ചിരികളിൽ